പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, പ്രഹ്ലാദ ചരിതം കഴിയണതും ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. കുറേ ഭാഗങ്ങളായി. അതുകൊണ്ട് നമുക്ക് സ്തുതിയിലത്തെ എല്ലാ ശ്ലോകങ്ങളും എടുക്കാൻ സാധ്യമല്ല. മറ്റൊരു സന്ദർഭത്തിൽ അത് നോക്കാം. ഏതാനും ചില ശ്ലോകങ്ങളും കൂടി എടുത്തുകൊണ്ട് ആ സ്തുതി നമ്മളൊന്ന് അവസാനിപ്പിച്ച കഥാശേഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് ബാലസ്യനേഹശരണം പിതരോ നൃസിംഹനാർത്തസ്യ ജാഗതമുദന്നതി മജ്ജതോനൗ തപ്തസ്യ തൽ പ്രതിവിദൈഹഞ്ചശ്രേഷ്ഠത്താവത് വിഭോ തനുഭൃതാം ത്വതുപേക്ഷിതാനാം. ഈ ലോകത്തിൽ ശരീരമെടുത്തവർക്കൊക്കെ ആശ്രയം ഭഗവാൻ ഒന്ന് മാത്രമാണ്. ആര് ജീവിക്കണം, ആര് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതൊന്നും നമ്മളല്ല. അത്ഭുതകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഈ വിഷയത്തിലുണ്ട്. ഇപ്പം എനിക്കൊരാളെ അറിയാം. അയാൾ ചെറുപ്പം മുതൽക്കൊരു ചെറിയ കുട്ടിയായപ്പോൾ ഒന്നും മിണ്ടാനോ ഒന്നും കേൾക്കൂല, ഒന്നും പറയൂല, യാതൊരു ചേഷ്ടിയില്ലാത്തൊരു കുട്ടി. ആ കുട്ടി എന്ത് ചെയ്യണം നിശ്ചയില്ലാണ്ട് പല ചികിത്സകളും നടത്തി, പേര് പോലും രോഗത്തിന് എന്ത് പേരാ പറയേണ്ടത് നിശ്ചയില്ലാതെ. അന്ന് വെല്ലൂരാണ് വലിയ ഹോസ്പിറ്റൽ തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെ അടക്കം കാണിച്ചപ്പോൾ പറഞ്ഞു രക്ഷയില്ല, കുട്ടിയെ നിങ്ങൾ ആജീവനാന്തം ഇങ്ങനെ ദുഃഖിച്ച് കാണുന്നതിനേക്കാൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുക മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു. അത്ര എല്ലാ ഡോക്ടർമാരും ഒപ്പിട്ട് ഒന്നിച്ച് കൊല്ലുക. കുറച്ച് ദിവസമല്ലേ ദുഃഖം ഉണ്ടാവുള്ളൂ. മറ്റേത് ആജീവനാന്തി കുട്ടിയൊന്നും സംസാരിക്കില്ല, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ച് ഈ കുട്ടി ജീവിക്കില്ല. അത് വിധി എഴുതി ഉണ്ടായ സംഭവമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആക്കുക, കുട്ടി മരിച്ചു പോകാച്ചാൽ അതല്ലേ ഭേദം. ഒന്നും പറ്റാണ്ട് ഒരു മരമുട്ടി എങ്ങനെയോ അത് തീരുമാനമാക്കി ഡോക്ടർമാരൊക്കെ ഒപ്പിടാം. ചീഫ് ഡോക്ടർ ഒപ്പിട്ടാലേ അത് നടക്കുള്ളൂ. അയാൾക്ക് എന്തെന്നോ ഒരു തടസ്സമുണ്ട്. അതോ ഇനി ഒപ്പിടില്ല എന്ന് പറഞ്ഞതാണോ നിശ്ചയില്ല. അയാൾ തോന്നണില്ല ഒപ്പിടാൻ, അല്ലെങ്കിൽ അയാൾക്ക് വരാൻ സൗകര്യപ്പെട്ടില്ല. അന്ന് ഒപ്പിട്ടില്ല, അത് നടന്നില്ല. അയാൾ ഒപ്പിട്ടാലേ കാര്യം നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം സഹോദരി വെറുതെ ഒരു ഡോക്ടറുടെ പേര് പറഞ്ഞു. വെറുതെ പറഞ്ഞത് ഒരു MBBS മാത്രമേ ഉള്ളൂ അദ്ദേഹം. എപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. പാലക്കാട് ഈ സംഭവം നടക്കണതൊക്കെ എറണാകുളത്താണ്. പാലക്കാട് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. പാലക്കാട് ഒരു MBBS ഡോക്ടർ വെല്ലൂർ നോക്കിയിട്ടുള്ള ഒരു രോഗിയെ നോക്കിയാൽ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? സഹോദരിയുടെ ആ വാക്ക് കേട്ട് ഈ കുട്ടിയുടെ അച്ഛൻ വെറുതെ ഇനിയിപ്പോൾ അത് നോക്കാണ്ട വേണ്ടെന്നും പറഞ്ഞ് മേഴ്സിക്കില്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് ആ ഡോക്ടറെ കാണിച്ചു. ഹക്കിം എന്നാണ് ആ ഡോക്ടറുടെ പേര്. എന്തിനു പറയണു, ഡോക്ടർക്ക് എന്തോ ചില സൂചനകൾ കിട്ടി. വെറുതെ ഒരു മരുന്ന് കൊടുത്ത് നോക്കി ഡിസ്പോസ് ചെയ്തതാണ്. ശരിയാവില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർക്ക്. അപ്പം അതായിരുന്നു ഉറപ്പ്. പക്ഷെ ചില മാറ്റങ്ങൾ കണ്ടു. അപ്പോൾ പറഞ്ഞു ഡോക്ടറോട്, ഇത് അങ്ങനെയൊക്കെ ചില ചേഞ്ചസ് ഉണ്ട് കേട്ടോ, എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. ആ ലൈനിൽ ചികിത്സ തുടർന്നപ്പോൾ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റായി. ആ കുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കണു. ബിസിനസ്സോ ജോലിയൊക്കെ നോക്കി ബുദ്ധിക്ക് കുഴപ്പമില്ല, കണ്ണിന് കുഴപ്പമില്ല, കാതിന് കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. ആ കുട്ടി ഇപ്പോൾ ജീവിക്കണു. വന്ന് കൊന്നതായിരുന്നെങ്കിലോ? ഇതാരാണ് ആ കുട്ടി മരിക്കണ്ടെന്ന് നിശ്ചയിച്ചത്? ചീഫ് ഡോക്ടറൊന്നുമല്ല, ഈ പറഞ്ഞ ഡോക്ടറും അല്ല, സഹോദരിയല്ല, ഭഗവാനാണ് നിശ്ചയിച്ചത് അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ തോന്നണോ? ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇയാളെ കൊണ്ടാന്ന് പറഞ്ഞാൽ കാണിക്കണം എന്നുണ്ടോ കുട്ടിയുടെ അച്ഛൻ? അപ്പോൾ എന്തുകൊണ്ട് കാണിക്കാൻ തോന്നി? അതാണ് ഈശ്വര നിശ്ചയം. ആര് ജീവിക്കണം, ആരുടെ വാക്കുകൊണ്ട് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം ബാലസ്യനേക ശരണം പിതരോ. അച്ഛനാണോ കുട്ടിക്ക് ആശ്രയം?
അച്ഛനാണോ ജീവിക്കണം എന്ന് നിശ്ചയിക്കണം? അച്ഛനതിൽ എന്ത് റോളാണുള്ളത്? എല്ലാം മുകളിലത്തെ ആളാണ് നിശ്ചയിക്കുന്നത്. എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടൊരു സംഭവമാണ്. അത് എപ്പോഴും പറയും, അത് ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ ആര് ജീവിക്കണം ആര് ജീവിക്കേണ്ട എന്ന സർവേശ്വരൻ്റെ ആ ഒരു നിശ്ചയം, ഭഗവാന്റെ ആ ഒരു കാരുണ്യം, ഭഗവാന്റെ ആ ഒരു റോള്, പങ്ക് ഉണ്ടല്ലോ. ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ശ്ലോകം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെല്ലാൻ കഴിയുന്നതാണ്. നമ്മളൊന്നുമല്ല ഈ കുട്ടികളെ നോക്കുന്നത്, നമ്മളെ അഭിമാനം മാത്രമാണ്. അതിനാണ് യസ്മിന്യർഹി യസ്മിന്യതോ യർഹിയേന ചയസ്യേസ്മാൻ യസ്മൈ യഥാ യദ്ദയസ്ത പരപ്പരോ വാ ഭാവക്കരോതി വികരോതി പൃഥക് സ്വഭാവ സഞ്ജോതി തത്തതഖിലം ഭവതസ്വരൂപം. ഇവിടെ അങ്ങോട്ട് കുറച്ചിങ്ങനെ ജ്ഞാനയോഗത്തിലേക്ക് കിടക്കുക. അതുവരെ കുറച്ച് ഭക്തിയായിരുന്നു കേട്ടോ. ഏതൊന്നിൽ നിന്ന് ഏതൊന്ന് മൂലം ഏതൊന്ന് ഉണ്ടായി, ഏതിൽ നിന്ന് ഏതൊരു കാരണത്താൽ, എന്തിനു വേണ്ടി, യസ്മാത് ഏതൊന്നിൽ നിന്ന് എന്നർത്ഥം ഉണ്ടായി, അതെല്ലാം അങ്ങയുടെ സ്വരൂപം തന്നെയാണ്. ഭഗവാനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി ഭഗവാനിൽ തന്നെ നിലനിൽക്കുന്നു. ഉൽപ്പത്തി, നിലനിൽപ്പ്, പിന്നെ ലയിക്കരുതൊക്കെ ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത്? സർവേശ്വര അങ്ങയിൽ തന്നെയാണ്. ഉണ്ടായതും അങ്ങ് തന്നെയാണ്. ഇനി ഇല്ലാണ്ടായാൽ ലയിക്കാൻ പോകുന്ന സ്ഥാനം ഏത്? അതും അങ്ങ് തന്നെ. എന്നാൽ പിന്നെ അല്ല ഞാൻ നീ ഇതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മായ മനസ്സജതി കർമ്മമയം ബലീയ കാലേന ചോദിത ഗുണാനുമതേന പുംസ. 2 എന്നുള്ള തോന്നലെല്ലാം മായ കൊണ്ട് ഇല്ലാത്തതിലുണ്ട് എന്ന പ്രതീതിയാണ്. യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല, എന്നുണ്ട് എന്ന് തോന്നും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വപ്നം. ഉറങ്ങി 1 മണിക്കൂർ എന്തൊക്കെയോ കണ്ടു, ഉറങ്ങാൻ വല്ലതും ഉണ്ടോ? പക്ഷെ ആ കാണുന്ന സമയത്ത് ഇതൊക്കെ സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടോ? യഥാർത്ഥമാണെന്നല്ലേ തോന്നുന്നത്. അപ്പോൾ ഇല്ലാത്തത് ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ? അപ്പം അതിൻ്റെ വലിയൊരു രൂപമാണ് ഈ പ്രപഞ്ചം. ഇതൊക്കെ നമുക്ക് ചില ഘട്ടത്തിൽ ബോധ്യമാവും ഇതൊന്നും ഇല്ലാത്തതാണ്. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുള്ളവർക്ക്. അതുകൊണ്ട് മായ കൊണ്ട് മനസ്സ് സൃഷ്ടിക്കുന്നതാണ് ഈ ദ്വൈതം എന്ന ബോധങ്ങളെല്ലാം. കൊണ്ട് സർവേശ്വര ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കുടുങ്ങി മുങ്ങി പൊങ്ങി ബുദ്ധിമുട്ടാൻ എനിക്ക് ഇടവരരുത്. അതിനാരാണ് ആശ്രയം? അങ്ങ് തന്നെ എനിക്ക് ആശ്രയമുള്ളൂ. ആ പാദപത്മത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം കൊണ്ട് എനിക്ക് ഈ സംസാരത്തിൽ മുങ്ങി പൊങ്ങി ദുഃഖം അനുഭവിക്കാനുള്ള ഇട വരരുത്. അതിൽ പെടാത്തവരോ ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രം തന്നെയുള്ളൂ. ബാക്കിയൊക്കെ അതിൽ കുറേയെങ്കിലുമൊക്കെ പെട്ടിട്ടുള്ളവരാണ് മായയിൽ മുങ്ങിയിട്ടുള്ളതായിട്ടുള്ള ജീവന്മാർ എന്ന് പറയണം. കൊണ്ട് സർവേശ്വര 16 ആരങ്ങൾ ഉള്ളതായിട്ടുള്ള ഈ ചക്രത്തിൽ കുടുങ്ങണു. അതിന് 16 ആരങ്ങൾ എന്നാണ്. നിഷ്പീഡ്യമാനം ഉപകർഷ വിഭോ പ്രപന്നം. ആ ചക്രത്തിൽ കുടുങ്ങി ഇങ്ങനെ തിരിയണം. അപ്പം എത്രമാത്രം വേദനയും അതിൻ്റെ ക്ലേശങ്ങളും ഉണ്ടാവും. ഒന്ന് അതിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരണേ എന്ന് പറയണം. ആ ചക്രത്തിൽ കുടുങ്ങി തിരിയണ എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഈ ലോകത്തിലുള്ള സർവ്വ നേട്ടങ്ങളും താൽക്കാലികമാണ്. ദൃഷ്ടാമയ ദിവി വിഭോ അഖിലദുഷ്ണ്യപാനമായുഷ്യോ വിഭവൈച്ഛതി അഞ്ജനോയം. ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം താൽക്കാലികമാണ്. എന്ത് സമ്പത്തായിക്കോട്ടെ, ആരോഗ്യമോ അല്ലെ, ആരോഗ്യത്തിനുണ്ടോ അല്ല, ഒറ്റ സെക്കൻഡ് മതി ഈ ആരോഗ്യം ക്ഷയിക്കാനേ. ഒരു ക്യാൻസർ ഉണ്ടെന്നൊരു ഡിറ്റക്ഷൻ ചെയ്താൽ കഴിഞ്ഞില്ല, അയാളുടെ മനസ്സും പോയി ശരീരവും പോയി ഒക്കെ പോയി. അപ്പോൾ ആരോഗ്യത്തിനില്ല സ്ഥിരത. കല്ലോല തുല്യം ഈ സമുദ്രത്തിലത്തെ തിരകളെ പോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് വീഴാം, എപ്പോഴും പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൊന്നും ഒരു സ്ഥിരത ഇല്ല. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കുക എന്ന് പറയുന്നത് ദൃഷ്ടാമയ. ഇവിടെ മൈ വിഭോഗില ദിഷ്ണപാനാം. ത്രൈലോക്യം ഞെട്ടി വിറപ്പിച്ച് ഇന്ദ്രനെ ആട്ടിപ്പയച്ച് സർവരുടെ സ്ഥാനവും കൈക്കലാക്കി അടക്കി ഭരിച്ച അച്ഛൻ ഇപ്പോൾ കേവലം ചോരത്തുള്ളികളും കുടൽമാലകളുമായിട്ട് ഇതാ കിടക്കണു. എന്താ കാരണം? അങ്ങയുടെ സങ്കല്പം. ഈ ലോകം മുഴുവനെ ഭരിച്ച് കിടകിട വിറപ്പിച്ചിരുന്ന വീരശൂര പരാക്രമിയായിട്ടുള്ള എൻ്റെ അച്ഛൻ കുടൽമാലകളും മാംസകഷ്ണങ്ങളുമാകാൻ അങ്ങേക്ക് അധികം സമയമോ പരിശ്രമമോ വേണ്ടി വന്നില്ല. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. ഒരു സെക്കൻഡേ വേണ്ടൂ. നിർപ്പോള പോലെ ഉള്ളൊരു ദേഹത്തിൽ
വെറുപ്പ് മാത്രമുണ്ട്. ഇങ്ങനെ കാണും. പൂന്താനത്തിനെയൊക്കെ സമ്മതിക്കണേ. എത്ര ചെറിയ വാക്കുകളിൽ എത്ര വലിയ കാര്യമാണ് അദ്ദേഹം കൊടുന്നിരിക്കണം. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു ഇന്നലെ തീ പോയുള്ളൂ അയാളേ. വൈകുന്നേരം ആകുമ്പോഴേക്കും കിടക്കണം. എല്ലാം സർവേശ്വര അങ്ങയുടെ സങ്കല്പമാണ്. വലുതാക്കുന്നതും ചെറുതാക്കുന്നതും സമ്പന്നനാക്കുന്നതും ഐശ്വര്യവാനാക്കുന്നതും. അതുകൊണ്ട് ഈ അഹങ്കാരമൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആരും ആയിക്കോട്ടെ, ഒന്നും അല്ലാണ്ടാവാൻ ഒരു സെക്കൻഡ് മതി. ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. പണ്ഡിതനെ പാമരനാക്കാനും സമ്പന്നനെ ദരിദ്രനാക്കാനും ഒന്നും ഭഗവാനധികം സമയം വേണ്ട. ബുദ്ധിയൊന്നും അറിഞ്ഞാൽ മതി. പോയില്ലേ പണ്ഡിതൻ്റെ അവസ്ഥ? അതിലാണല്ലോ ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒന്നുകൊണ്ടും അഭിമാനിക്കൊന്നും വേണ്ട. സർവേശ്വര അങ്ങാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. എൻ്റെ അച്ഛനിതാ ചോരത്തുള്ളികളും മാംസകഷ്ണങ്ങളുമായിട്ട് മാറി. അതും അങ്ങയുടെ സങ്കല്പം എന്ന് പറയണം. അതുകൊണ്ട് ഇവിടെ എന്താ പറയണത്? നേച്ചാമിതേ പിലുലുതാനുരുവിക്രമേണ. ഞാനതിനെ ഒന്നും ആഗ്രഹിക്കണില്ല. ഇന്നവനാവണം, ഇത്ര വേണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. കാരണം അതൊന്നും നിലനിൽക്കില്ല എന്നെനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാതാവുന്നതാണ്. അപ്പം അതിനിപ്പോൾ എന്തിനപ്പോൾ ഈ ആഗ്രഹം വയ്ക്കണത്? ഉണ്ടായതുണ്ടായില്ലെങ്കില്ല, അകത്ത് തന്നെ വെച്ചാൽ പോരെ. ഉണക്ക് വേദം കളേവരം അശേഷരുജാംബിരോഗാ നിർവിദ്യതേ നതുജനോ യഥഭീതി വിദ്വൻഗമാനലം മധുലവൈശമയന്തുരാബൈ. ഈ ലോകത്തിലത്തെ സുഖങ്ങളൊക്കെ എങ്ങനെയാണ്? മൃഗതൃഷ്ണി രൂപ. കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയാലില്ലാത്തത് അധികം. കിട്ടുന്നവരെ ആഗ്രഹമുള്ളൂ. വിവാഹം കഴിക്കണവരെ അതാവും കാര്യം. കഴിച്ചാൽ തോന്നും വേണ്ടിയിരുന്നില്ല എന്നല്ലേ. അപ്പോൾ ഏത് സുഖവും കയ്യിൽ കിട്ടുന്നവരേക്ക് സുഖം. ആ ഒരു ഭാവിയിലത്തെ ഒരു ഘട്ടമാണ് കഴിയേണ്ടത് സുഖം എന്നാണ് പറയുക. ചില ഘട്ടത്തിൽ ഗതകാല സ്വപ്നവും ആവാം. നമ്മളിപ്പോൾ ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കലുണ്ട്, ഇത്ര സുഖമായിരുന്നു എന്ന്. പക്ഷെ അധികം ആളും പറയണില്ല കേട്ടോ എന്ത് സുഖം അപ്പോൾ എന്ന്. വളരെ കുറച്ച് ആൾക്കാർ വളരെ കുറച്ച് സന്ദർഭത്തിൽ എന്തൊരു സുഖം അല്ലേ ഇപ്പോൾ. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നല്ല സുഖമുണ്ട് എന്ന് പറയണത് വളരെ കുറവാണ്. ഉണ്ടാവാം, അപൂർവമായിട്ടുണ്ട്. പക്ഷേ അധികം ഗതകാല സ്വപ്നങ്ങൾ. അയ്യോ അന്ന് എന്ത് സുഖമായിരുന്നു, ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സുഖമാണ് ഇനി കിട്ടാൻ പോണതേ. അതും പറയും. ശബരിമല എലിപ്പാഡ് വരികയാണ്. ഇപ്പോൾ എലിപ്പാഡിൻ്റെ ഒരൊറ്റ അസൗകര്യം ബാക്കിയുള്ളൂ. ബാക്കി അസൗകര്യങ്ങളൊക്കെ ആയി. ആരോ പറഞ്ഞു ഗുരുവായൂർ ട്രെയിൻ വന്നപ്പോൾ ആ ഒരു അസൗകര്യം മാത്രമേ ബാക്കിയിട്ടായിരുന്നുള്ളൂ. ബാക്കി അസൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്ന പോലെ ഈ സുഖത്തിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സ്വപ്നം മാത്രമാണ്. വന്നു കഴിഞ്ഞാലോ മൃഗതൃഷ്ണി രൂപ അടുത്തെത്തുമ്പം ഇല്ലാണ്ടാവണതാണ്. അതുകൊണ്ട് എനിക്കതിലും ആഗ്രഹമില്ല. ഇനിയോ അങ്ങയുടെ കാരുണ്യം ഏതൊരാളിലുണ്ടാവുമെന്ന് പറയാൻ വയ്ക്കുമോ? ക്വാഹൻ രജപ്രഭവ. രജോ ഗുണിയായിട്ടുള്ള അസുര കുട്ടിയാണ് ഞാൻ. പ്രായമായിട്ടില്ല. അറിവുണ്ടോ ചോദിച്ചാൽ ലോകപരിചയമില്ല. അതിലങ്ങയുടെ ആ പ്രസാദം ഉണ്ടായതുകൊണ്ടല്ലേ ആ തൃക്കൈകൾ എൻ്റെ ശിരസിൽ വെച്ചത്. ന ബ്രഹ്മണോ നത് ഭവസ്യന വൈരമായ. ബ്രഹ്മാവ്, ശിവൻ, ലക്ഷ്മി ദേവി ഇവർ സ്തുതിച്ചിട്ട് അങ്ങ് സന്തോഷിച്ചില്ല. ഇവരൊക്കെ ആരാണ്? പ്രിയതമയാണ് ലക്ഷ്മി അല്ലേ. ബ്രഹ്മാവ് സൃഷ്ടികർത്താവിലൊരാളാണ്, തീർത്ഥാവാണ്, ത്രിമൂർത്തികളിൽ ഒരാളാണ്. ശിവൻ സംഹാരതാണ്ഡവന് കർത്താവാണ്. ഇത് ഓരോരോ സ്തുതികൾ പൂർണ്ണമാവാതെ ഒരു 5 വയസ്സായിട്ടുള്ള ഞാൻ തുതിച്ചപ്പോൾ എങ്ങനെ സർവേശ്വര അങ്ങ് സന്തോഷിച്ചത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ആരുടെ നേർക്ക് അങ്ങയുടെ പ്രസാദം ഉണ്ടാവും? കേമത്തുണ്ടായതുകൊണ്ടൊന്നും ഭഗവാന്റെ പ്രസാദം ഉണ്ടാവില്ല കേട്ടോ. ഒരു ഉറപ്പും അതിനില്ല. ഭഗവാൻ ആരിൽ കനിയും ആരിൽ കനിയില്ല ഭഗവാൻ എന്നെ അറിയുള്ളൂ. അത് അങ്ങേക്ക് എന്നെ സർവേശ്വര അറിയുള്ളൂ. എന്നാൽ പക്ഷഭേദം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അസുരൻ തെറ്റ് ചെയ്താൽ അല്ല, അസുരൻ നല്ലത് ചെയ്താൽ അനുഗ്രഹിക്കുന്നുണ്ട് അവിടെ. ദേവന്മാർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്യും. തൽക്കാല വിജയമൊക്കെ ഇന്ദ്രന് കണ്ടുവെങ്കിൽ ഇന്ദ്രന് പുഴുവായിട്ട് താമരയുടെ തണ്ടിൽ ജീവിക്കേണ്ടി വന്നില്ലേ മാനസരസിൽ. ദേവനാണോ അസുരനാണോ ഇതൊന്നും ഭഗവാൻ നോക്കില്ല. തെറ്റ് ചെയ്താൽ ശരിക്ക് ശിക്ഷ, നന്മ ചെയ്താൽ കനിഞ്ഞ അനുഗ്രഹം. ദേവോ അസുരോ മനുഷ്യോ യക്ഷോ ഗന്ധർവ ഏവച. അതാണ് നേവ പരാവരത്വം. പക്ഷഭേദം എന്നൊന്ന് ഭഗവാനില്ല. നീതിയാണോ ധർമ്മമാണോ അത് മാത്രമാണ് അവിടുന്ന് എപ്പോഴും നോക്കാറ്. ഇനി പറയുകയാണ് എല്ലാവരും കർമ്മബന്ധത്തിൽ കുടുങ്ങണു. ഏവം മനൻ ജനം നിബദിതം പ്രഭവാഹികൂപേ കാമാഭികാമം അനുയപ്പതപത് പ്രസംഗാൻ.
ഏതോ ആൾക്കാരും അവരുടെ കർമ്മബന്ധത്തിൽ കുടുങ്ങി അനേക ജന്മങ്ങളുടെ ആ ശേഷം കിട്ടുന്ന സത്സംഗം കൊണ്ട് അങ്ങയെ അറിയുന്നു. എന്നെ രക്ഷിച്ചതും അച്ഛനെ വധിച്ചതും അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടോ എന്നോടുള്ള പ്രത്യേക കാരുണ്യം കൊണ്ടോ അല്ല. അച്ഛൻ്റെ ഭാഗത്ത് അധർമ്മം ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷിച്ചു എന്നേ ഉള്ളൂ. വാള് പിടിച്ച് അങ്ങയുടെ നേർക്ക് എൻ്റെ അച്ഛൻ വന്നു, ആ അച്ഛനെ അങ്ങ് നേരിട്ടു. അതോടുകൂടി അങ്ങയുടെ ശത്രുത കഴിയുകയും ചെയ്തിരിക്കുന്നു. ഈ ശാശ്വതമായിട്ട് ശത്രുത ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. ഈ ഹിരണ്യകശിപു കൂടുതൽ പൂർവ്വജന്മങ്ങൾ 2 ജന്മം കഴിഞ്ഞത് വീണ്ടും ജന്മം വരും, രാവണനും കുംഭകർണനും. അത് കഴിഞ്ഞാൽ ശിശുപാലനും ദന്താക്രനും ആയാ പിന്നെ എവിടെ എത്താൻ പോണ്? അങ്ങയുടെ പാർശ്വതനായിട്ട് തന്നെയാണ്. പിന്നെ ശത്രുത ഉണ്ടാവുമോ? അതോടെ ആ ശത്രുത അവസാനിക്കുകയാണ്. 2 വര വരച്ചു, പെർമനൻ്റായിട്ട് അവസാനിച്ചു. അപ്പോൾ ഒരാളോട് സ്ഥിരമായിട്ടുള്ള ശത്രുതയോ സ്ഥിരമായിട്ടുള്ള വാത്സല്യമോ രണ്ടും അവിടുത്തെ ഒക്കെ അതാത് സമയത്തേ ഉള്ളൂ. അങ്ങനെയാണ് വേണ്ടത് എന്നാണ്. അതുകൊണ്ട് സർവേശ്വര, ഈ ലോകത്തിൽ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജ്ഞാനയോഗങ്ങളാണ്. ബാക്കി നിൽക്കുന്നത് അവിടുന്ന് മാത്രമാണ്. യോഗേന മീലിതദൃഗ ആത്മനിപീത നിദ്രതുര്യേ സ്ഥിതോ. യോഗം കൊണ്ട് തന്നിൽ തന്നെ താൻ ലയിച്ച് എല്ലാ പ്രപഞ്ചങ്ങളും ഇല്ലാണ്ടായാൽ ബാക്കി നിൽക്കുന്നതും അവിടുന്ന് തന്നെയാണ്. വേറെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അങ്ങനെ ശേഷൻ എന്ന പേരിൽ അവശേഷിക്കുന്നതാണ് അങ്ങയുടെ ഒരു രീതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് സർവേശ്വര, ഒരു താമരയിൽ അങ്ങനെ അങ്ങ് ശേഷിക്കും. അങ്ങയുടെ താമരയിൽ മാവുണ്ടാവും, നാഭിയിൽ നിന്നുണ്ടായിട്ടുള്ള താമരയിൽ. അങ്ങനെ വലുതായിട്ടുള്ള ജലാശയത്തിൽ ശയിക്കുന്ന അങ്ങ് ബാക്കിയാവുന്നു. അതിലൊരു താമരയുണ്ടായ ബ്രഹ്മാവുണ്ടായിട്ട് വീണ്ടും ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അങ്ങയിൽ തന്നെയാണ് ഈ ലോകം നിലനിൽക്കുന്നതും. ഇപ്പോഴും ഉണ്ട് ഭഗവാൻ, ഇതിന് ആധാരമായിട്ട് നിൽക്കുന്നു. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യഥസ്ഥിതാസി. ദേവിമാത്മത്തിൽ ദേവിയെ പറ്റിയിട്ട് പറയും, ഈ ലോകത്തിനും ജഗത്തിനും ആധാരഭൂതയാണ് അമ്മ, ആധാരഭൂതയാണ് ഇവിടെ ഭഗവാൻ. അപ്പം എന്തുകൊണ്ടാണ് കാണാത്തത് എന്നൊരു ചോദ്യം ഉണ്ടാവും. കാണാത്തതിൽ അത്ഭുതമൊന്നുമില്ല. ജാതെങ്കുരേ കഥമുഹോമ ലഭേദ ബീജം. ഒരു വിത്തിൽ നിന്ന് ഒരു ചെടി ഉണ്ടായാൽ നമുക്ക് വിത്ത് കാണാൻ പറ്റുമോ? അതുകൊണ്ട് വിത്തില്ല എന്ന് പറയാൻ പറ്റുമോ? വിത്തിലാണ് ചെടി ഉണ്ടായത്. ചെടി നമുക്ക് കാണാം, വിത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു കുളം നിറച്ചതിൽ ചണ്ടി ഉണ്ടായിരിക്കുകയാണ്, ആ ചണ്ടി നമുക്ക് കാണാൻ പറ്റുമോ? ചണ്ടി നമുക്ക് കാണാൻ പറ്റുള്ളൂ, ചണ്ടി കാണാൻ പറ്റും, കുളം കാണാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളമില്ല കുളമില്ല ചണ്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങിയാൽ എന്തുണ്ടാവും? വെള്ളത്തിൽ അങ്ങോട്ട് താഴും അല്ലേ? അപ്പോൾ അവിടെ ആർത്തവത്തിൽ കുളമുണ്ട്. ആ വെള്ളത്തിൽ നിന്നും ജലം തതുദ്ഭവൈച്ഛന്നം, അതിൽ നിന്നുണ്ടായിരിക്കുന്ന ചണ്ടിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ജലം. ജലം നമുക്ക് കാണാനില്ല, ചണ്ടി കാണുന്നു. വിത്തിൽ നിന്ന് ചെടി ഉണ്ടായി, ചെടി നമുക്ക് കാണാം, വിത്ത് കാണാനില്ല. അപ്പോൾ ഒരു സംഗതിയിൽ നിന്ന് മറ്റൊരു സംഗതി ഉണ്ടായാൽ ഉണ്ടാകപ്പെട്ട കാര്യം കാണാം, ഏതിൽ നിന്നുണ്ടായി അത് കാണില്ല. ഭഗവാനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി, പ്രപഞ്ചം നമുക്ക് കാണാം, ഭഗവാൻ നമുക്ക് കാണുന്നില്ല. അത്രയേ ഉള്ളൂ. ഇതിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല ഇത്. അതുകൊണ്ട് ആ മായയിൽ കുടുങ്ങി ഈ വക സത്യങ്ങൾ അറിയുന്നുമില്ല. അങ്ങനെ അങ്ങയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തെ ബ്രഹ്മാവ് അറിഞ്ഞ് പ്രളയം കഴിഞ്ഞ സമയത്ത് ബ്രഹ്മാവ് മാത്രമാവും. പിന്നെ ബ്രഹ്മാവും അങ്ങയുടെ രൂപം കണ്ട് ഈ കാണുന്ന ലോകം മുഴുവനും സൃഷ്ടിക്കുന്നു. അനവധി കൈകാലുകളോട് കൂടിയിട്ടുള്ള അങ്ങയുടെ രൂപത്തെ ബ്രഹ്മാവ് കാണുന്നു. അങ്ങനെ പലവിധ അവതാരങ്ങളെക്കുറിച്ച് ഏതൊരാൾ കീർത്തിക്കുന്നുണ്ടോ അവർക്ക് അങ്ങയുടെ അനുഭവം ഉണ്ടാവും. അതാണ് ഇത്തം ഋഷിദേവ ജശാവതാരി ലോകാൻ വിഭാവയസി ഹംസി ജഗത് പ്രദീപാൻ. മത്സ്യം കൂർമന്നര വരസിംഹം മനുഷ്യൻ ദേവൻ അസുരൻ ഇപ്രകാരമുള്ള അവതാരങ്ങൾ ഭഗവാൻ എടുക്കുകയാണ്. ക്ഷത്രിയാവതാരങ്ങൾ രാജസാവതാരങ്ങളൊക്കെ എടുക്കണു. മത്സ്യം കൂർമ്മം മനുഷ്യനുണ്ട്. ക്ഷത്രിയാവതാരങ്ങളായിട്ട് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ മനുഷ്യാവതാരങ്ങൾ, വാമനാവതാരം. അതിൽ കൂടെ ഈ ലോകത്തെ രക്ഷിച്ച് സംഹരിക്കുക എന്ന മഹത്തായ കർമ്മം സർവേശ്വര അവിടുന്ന് അനുഷ്ഠിക്കണു. എന്നാലും ആ അങ്ങയെ അറിയുന്നതിനുള്ള തടസ്സം എന്താണ്? ജിഹ്വൈകതൊച്ചിത വികർഷ്ടതിമാഭിതൃപ്ത ശിഷ്ണോന്നതത്വ കുതരം ശവണം കുതച്ചിത്. കണ്ണകാല മൂക്ക ശിഷ്ണം ത്വക്ക് സജ്ജന ഈ വക അവയവങ്ങൾ ശരീരത്തിലുള്ളത് കൊണ്ട് ആ ശരീരങ്ങൾ എല്ലാതും അങ്ങയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യണത്. ഭഗവാനെ കാണാനോ സജ്ജനങ്ങളെ കാണാനോ കണ്ണ് പ്രേരിപ്പിക്കണില്ല, വേണ്ടാത്തൊക്കെ കാണാൻ പ്രേരിപ്പിക്കണമുണ്ട്. ഈശ്വരകീർത്തനങ്ങളോ സത്സംഗമായിട്ടുള്ള സംഭവങ്ങളോ കേൾക്കാൻ ചെവി പ്രേരിപ്പിക്കണില്ല, വേണ്ടാത്തൊക്കെ കേൾക്കുന്നുണ്ട്. ആ പാട്ടും ഈ പാട്ടും
പെർഫ്യൂമിൻ്റെ മണം കേൾക്കാനാണ് മൂക്കിന് താല്പര്യം. ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസി, ചന്ദനം, കർപ്പൂരവയുടെ മണം കേൾക്കാനല്ല, അധികം പെർഫ്യൂമിലാണ് ഇപ്പോൾ. അതാണല്ലോ 5-8 കുപ്പി വാങ്ങി വെച്ച നേരം വിളിച്ചായ അവിടെ അടിക്കുക ഇവിടെ അടിക്കുക. അതുകൊണ്ട് ഘ്രാനോന്യത ചപല തൃക്വച കർമ്മശക്തി, പല ദിക്കിലേക്ക് പോകണം എന്ന് കാല് പ്രേരിപ്പിക്കണു, ക്ഷേത്രത്തിലേക്ക് പ്രദക്ഷിണം വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. കയ്യോ ഈശ്വരപൂജയ്ക്ക് പകരം പലതും ചെയ്യണമെന്ന് പ്രേരിപ്പിക്കണു. അതുകൊണ്ട് സർവ്വ ഇന്ദ്രിയങ്ങളും സർവേശ്വര അങ്ങയിലേക്ക് നയിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അതിന് ഒന്നങ്ങ് തന്നെ സഹായിക്കുക തന്നെ വേണം. അതിന് അവസാനമായിട്ട് സ്തുതി സ്മരിക്കുന്നത് കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, തൊക്ക മുതലായ ഇന്ദ്രിയങ്ങളുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കണോ? വേണ്ട. ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭഗവാനെ ഭജിക്കാൻ അങ്ങോട്ട് ഉപയോഗിച്ചാൽ പോരെ. എന്തിനാ ഇവയെ പഴിക്കണം? അതുകൊണ്ട് കുറച്ച് ശ്ലോകങ്ങളാണ് അപ്പുറത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭഗവാൻ അതായത് പ്രഹ്ലാദൻ സ്തുതി ഉപസംഹരിക്കുകയാണ്. തത്തേ അർഹത്തമനമസ്തുതി കർമ്മപൂജ കർമ്മസ്മൃതിച്ചരണയോ ശവണങ്കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജനപരമകം സഗതോ ലഭേത. അല്ലയോ സർവേശ്വരാ എന്ന് വിളിക്കുകയാണ്. നാവുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തിനാ നാവിനെ പഴിക്കണം? സ്തുതി ചെയ്യാനായിട്ടും നാമം ജപിക്കാനും പ്രസാദം അനുഭവിക്കാനും അല്ലേ. നാവുകൊണ്ട് രസാസ്വദിക്കാനും പറ്റും, സംസാരിക്കാൻ രണ്ട് ഉപയോഗമുണ്ടേ. സംസാരിക്കാനും പറ്റും, രസാസ്വദിക്കാനും പറ്റും. ഭഗവത് പ്രസാദം, ഭഗവാന് നേദിച്ചതായിട്ടുള്ള പായസമോ പഴമോ അനുഭവിച്ചുകൂടെ? അങ്ങനെയാകുമ്പോൾ നാവ് എങ്ങനെയാണ് നമ്മുടെ ശത്രുവാവുക? അതുകൊണ്ട് സർവേശ്വര കർമ്മസ്മൃതിച്ചരണയോ, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാൻ കാലുപയോഗിച്ചാൽ കാലെങ്ങനെയാണ് നമ്മുടെ ശത്രുവാവുക? മിത്രമായിട്ട് തന്നെ ഇല്ലേ വരിക? ശ്രവണം കഥായാം, 2 ചെവി തുറന്നിട്ട് ഈശ്വരകഥകൾ കേൾക്കുക. രാമായണോ ഭാഗവതോ നാരായണിയോ ദേവി മഹാത്മ്യോ ഈ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ ഈ ചെവി ഉണ്ടായത് നന്നായി നമുക്ക് തോന്നും ഇല്ലേ? ഒരു ഉപദ്രവമില്ല, അത് തുറന്ന് കൊടുത്തളയുക. അതിനു വേണ്ടി തുറന്നിടാനാണ് ചെവി. പരദൂഷണം കേൾക്കാനോ വേണ്ടാത്ത ശബ്ദങ്ങൾ കേൾക്കാനോ അല്ല. അതുകൊണ്ട് ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാകിം. നമസ്തുതി കർമ്മപൂജ എന്ന് പറഞ്ഞുല്ലോ. കൈ കൊണ്ട് പൂജിക്കുക, കാലുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക, കണ്ണുകൊണ്ട് സജ്ജനങ്ങളെ ഈശ്വര വിഗ്രഹങ്ങളും കാണുക, ദൈവാരാധന വിളക്ക് കാണുക, അതിന് കണ്ണുപയോഗിക്കുക. എന്തെങ്കിലും വായിക്കാനും ഉപയോഗിക്കാം, പുരാണങ്ങളോ നല്ല കാര്യങ്ങളോ വായിക്കാനും കണ്ണു വേണ്ടേ? അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബുദ്ധിയിലും മനസ്സിലും ഈശ്വരനെ ധ്യാനിക്കുക. കഴിയുന്നതും ഈശ്വര സ്വരൂപം, ഈശ്വരമാഹാത്മ്യം അതിനെ ചിന്തിക്കാൻ ഉപയോഗിച്ചാൽ ഭക്തിഞ്ജന പരമഹംസഗതൗലഭേദ. പരമഹംസന്മാരായിട്ടുള്ള തപസ്സികൾ ഏതൊരു സ്ഥലത്താണോ എത്തിച്ചേരുന്നത് അവിടെ സാധാരണക്കാർക്കും എത്താം. ഇത് അവർക്ക് മാത്രം റിസർവ്ഡ് ഒന്നുമല്ല. പൈസ കൊടുത്താലേ കിട്ടുള്ളൂ, വേറെ ചിലത് ചെയ്താലേ കിട്ടുള്ളൂ എന്നില്ല, നമുക്കും കിട്ടും. എങ്ങനെ കിട്ടും? ഈ പറഞ്ഞ പോലെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവയ്ക്കായിക്കൊണ്ട് അങ്ങോട്ട് ഉപയോഗിക്കുക. അതിനാണ് പണ്ട് ക്ഷേത്രങ്ങളിൽ പാടകമായാലും ചാക്യാരൂത്തായാലും ഓട്ടംതുള്ളലായാലും കഥകളിയായാലും എല്ലാം പുരാണ കഥകളും ഈശ്വരനെ വിഷയമില്ലാണ്ട് ഇല്ലണ്ടോ? അത് കാണുകയാവട്ടെ, കേൾക്കാവട്ടെ, ദൃശ്യമോ ശ്രാവ്യോ. ചാക്യാരൂത്താണെങ്കിലും പാടകമാണെങ്കിൽ തന്നെ അവതാരികനെ എങ്ങനെ അനവധി ക്രിമികീടാതി ജന്മങ്ങളെടുത്ത് പുണ്യപാപങ്ങൾ തുല്യമാവുകളല്ലോ മനുഷ്യജന്മം സിദ്ധിപ്പൂ. ആയത് അല്പരസങ്ങളായി അവസാന രസങ്ങളായിരിക്കുന്ന ഓരോരോ വിഷയങ്ങളിൽ പരിഭ്രമിച്ച് ചിലവാക്കുന്നത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ അവതാരിക എല്ലാ കഥയ്ക്കും തന്നെയാണ് അവതാരിക അല്ലേ? ഒരു മാറ്റമില്ല. ഒരവസരം ലഭിക്കുന്നതായിട്ടുള്ള സമരത്തിങ്കൽ ഈശ്വരനെ സേവിച്ച മുക്തി ലഭിക്കുകയല്ലോ വേണ്ടു. ഏറ്റവും ഇഷ്ടമുള്ള വാചകം അത് ഏത് കഥയ്ക്കും അല്ലേ? സാ വാസുദേവ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുകയാണ്. പിന്നെ അപ്പോഴും തുടക്കം എവിടെ അറിയോ? ഈശ്വരനില്ല. കാരണം നല്ലൊരു കലാരൂപമാണ്. ആലോചിച്ച് നോക്കും. ചാക്യാരുത്തായാലും പാടകമായാലും മനസ്സ് എവിടേക്കാണ് പോണത്? ഈശ്വരനിലേക്കാണ് പോണത്. നേരം പോവാൻ വിനോദമായി ഇല്ലേ? കലയാവട്ടെ വേറൊന്നാവട്ടെ സർവേശ്വര. പണ്ട് ആ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ സെറ്റപ്പും സംവിധാനവും ഒക്കെ ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. കയ്യേ, കാല്, കണ്ണ്, മൂക്ക്, തൊക്കെ, ചെവി എല്ലാം ഈശ്വര സേവയ്ക്കായിട്ട് ഒരു ആൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചതിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം ചെറിയ സംഗതിയല്ല എന്നർത്ഥം. പല തത്വങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതും ഏത് കാലത്തും നശിക്കാതെ നിലനിൽക്കുന്നത്. അതിനകത്ത് ഇത്ര വലിയൊരു തത്വം ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സർവേശ്വര, ഈ ശരീരത്തെ ഞാൻ പഴിക്കുന്നില്ല.
കിട്ടിയ ശരീരം കൊണ്ട് അങ്ങയെ ഉപാസിച്ച് അങ്ങയുടെ പാദത്തിൽ ചേരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉറപ്പൊന്നുമില്ല, ലക്ഷ്യപ്രാപ്തിയിൽ ഉറപ്പൊന്നുമില്ല. പക്ഷെ ക്ഷമിക്കുക, ശ്രമം നമ്മുടെ കയ്യിലാണല്ലോ. ഈ തുതിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ അങ്ങേക്ക് എന്തെങ്കിലും വരം വേണോ എന്ന് ചോദിച്ചു. ഭഗവാനെ, ഈ ഈശ്വരൻ്റെ ഒരു രസമാണത്. ഈശ്വരനെ കണ്ടവരോട് ഭഗവാൻ ചോദിക്കും വരം വേണമെന്ന്. ആ നിലയ്ക്ക് വരം ഒന്നും വേണ്ടെന്ന് ആക്കിയിട്ടാണ് ചോദിക്കണം എന്താ വരം വേണ്ടത്. ഇത് വിഷ്ണു ഭക്തന്മാർക്ക് മാത്രമുള്ളതാട്ടോ. മറ്റൊക്കെ വരം ചോദിക്കലും കൊടുക്കലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആരുടെ തലയിലെ കൈ വെച്ചാൽ അവരൊക്കെ മരിക്കണം എന്ന് ചോദിച്ചില്ലേ മൃഗാസുരൻ. അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി, തനിക്ക് തന്നെ നാശ. അപ്പോൾ മനസ്സിലായില്ലേ, വരം കൊടുത്തിട്ട് വരം മേടിച്ചുകൊണ്ടുള്ള അബദ്ധം എന്താണ്, അതുകൊണ്ട് സ്വയം നശിക്കും. അപ്പോൾ അത് പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് വിഷ്ണു ആദ്യഘട്ടത്തിൽ വരം ചെയ്യണമെന്ന് ചോദിക്കില്ല. ഒരു വരവും വേണ്ടാന്ന് ഉറപ്പായി ചോദിക്കും തനിക്ക് എന്താ വേണ്ടത്. ഓക്കെ ഉണ്ടോ? എല്ലാ ഭക്തന്മാർക്കുണ്ടേൻ്റെ കഥ നോക്കുമ്പോൾ അങ്ങനെയാണ്, ധ്രുവൻ്റെ കഥ നോക്കുമ്പോൾ അങ്ങനെയാവും. വിഷ്ണു ഭക്തന്മാരുടെ ആ നിലയിൽ എത്തിയിട്ട് ചോദിക്കും ഭഗവാൻ എന്താ വരം വേണ്ടത്. കാരണം അപ്പം ചോദിച്ചുകൊണ്ട് അബദ്ധമില്ല, ഒന്നും വേണമെന്ന് ഇവൻ പറയില്ല. ആ വരം കൊണ്ട് തിരിഞ്ഞ് നശിക്കുക, വട്ടം ചുറ്റി കറങ്ങി നശിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് ഇവനെ ചെയ്യരുത്, അങ്ങനെ ഒരു ഉപദ്രവം അവന് ചെയ്യരുത് വിചാരിച്ചിട്ടുള്ള മഹാകാരുണ്യം. എല്ലാ ദേവന്മാരും കാരുണ്യവാന്മാരാണെങ്കിൽ വിഷ്ണു ഭഗവാൻ മഹാകാരുണ്യവാനായതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വരം ചോദിക്കാത്ത. ഒക്കെ വേണ്ടാന്നായ ചോദിക്കുന്നത് എനിക്ക് എന്താ വേണ്ടതെന്ന്. എന്താ കാരണം, ഒന്നും വേണ്ട എന്ന് പറയണം, അവിടെ എത്തണം, അവിടെ എത്തിക്കണം തൻ്റെ ഭക്തനെ. അതാണ് ഭഗവാൻ ആദ്യഘട്ടത്തിൽ എന്താ വേണ്ടതെന്ന് ചോദിക്കാത്തത്. ഇതൊന്നും അല്ല വേണ്ടത്. ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് വേണമെന്ന് തോന്നുന്നതൊന്നും അല്ല വേണ്ടത് എന്താ, ഒന്നും വേണ്ട എന്ന തോന്നൽ തന്നെയാണ് വേണ്ടത്. അവിടേക്കൊന്നും എൻ്റെ ഭക്തനെ എത്തിച്ചതിന് ശേഷം ചോദിക്കും എന്താ വേണ്ടതെന്ന്. അപ്പം പറയും എനിക്കൊന്നും വേണ്ടെന്ന്. ആണ് പ്രഹ്ലാദനും, യാതൊരു കാര്യത്തിലും എൻ്റെ മനസ്സ് പോവരുത് എന്നൊരു വരം എനിക്ക് വേണം ഭഗവാനെ. എന്തെങ്കിലും പ്രപഞ്ചകാര്യത്തിൽ ജീവിക്കുമ്പോൾ പ്രലോഭനം ഉണ്ടായാൽ അതൊക്കെ വേണ്ട എന്ന ഒരു വരം എനിക്ക് തന്നാൽ മതി. എന്തെങ്കിലും ഒന്ന് തന്നിട്ട് എന്നെ പറഞ്ഞേക്കുക. അങ്ങനെ ഒരു ബന്ധമല്ലല്ലോ നമ്മൾ തമ്മിലുള്ളത്. ഞാൻ അതിനു വേണ്ടി അങ്ങേ ഭജിച്ചിട്ടുമില്ല. നമ്മുടെ ഈ ബന്ധം ശാശ്വതമായിട്ട് അങ്ങനെ നിലനിൽക്കട്ടെ, ശരീരാവസാനം വരെ നിലനിൽക്കട്ടെ. ഒരു സ്വാമി ഒരു ഭൃത്യൻ ഇവ തമ്മിലുള്ള ബന്ധമല്ല നമ്മൾ തമ്മിൽ. സ്വാമി എന്തിനാ ഭൃത്യനെ സ്നേഹിക്കണ? പണി നടക്കാൻ. നിനക്ക് എത്ര കുട്ടികളാണ്, നീ എന്തൊക്കെയാണ് ചെയ്യണം, അത് കഴിഞ്ഞാൽ എവിടെ പണി എന്നൊക്കെ ചോദിക്കണം. എന്തിനാ? ഈ പണി കണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വല്ല ചിന്തയുണ്ടോ ഈ സ്വാമിക്ക്? എന്തെങ്കിലും പണി നടക്കണം, അവനെ മുഷിപ്പിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് വർത്തമാനം പറഞ്ഞാൽ അവിടെ കൂടണത്. ഈ ഭൃത്യനും യജമാനോട് പ്രത്യേക താല്പര്യമുള്ള പോലെയൊക്കെ കാട്ടിക്കൂട്ടും പണിയെടുക്കുമ്പോൾ. നിങ്ങൾ ഒരു പ്രത്യേക ആൾ തന്നെയാണ് കേട്ടോ, ഇവിടെ പണിയെടുക്കുന്ന സുഖം വേറെ എവിടെയില്ല എന്ന് അവിടെ പോയാലും അതന്നെ പറയുക. അത് എന്തിനാ, എന്തെങ്കിലും കിട്ടണം, പണിയെടുത്താലല്ലേ ശമ്പളം കിട്ടുള്ളൂ. ഈ ബന്ധമാണ് സ്വാമിയും ഭൃത്യനും, അല്ലാതൊരു ബന്ധമൊക്കെ ഉണ്ടോ? അപ്പോൾ അതേപോലെ സർവേശ്വര ആ ഒരു ബന്ധമല്ല നമ്മൾ തമ്മിൽ. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണോ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നത്? അങ്ങേക്ക് എന്നിലുള്ള അനുഗ്രഹ ബുദ്ധിയും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആ ബന്ധം അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ എനിക്ക് യാതൊന്നിനും തോന്നണില്ല. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ, ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. ഈ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നരസിംഹമൂർത്തി രൗദ്രമൂർത്തി ആയതുകൊണ്ട് രക്താദാഹിയാണ് എന്നും പാനകം നേദിക്കണമെന്നും സപ്താഹ പ്രസ്ഥാനത്തിലത്തെ ഒരുപാട് അബദ്ധങ്ങളിലത്തെ ഒന്നാണ് ഇത് എന്നാണ് ചിദാനന്ദ സ്വാമി ആചാര്യൻ അത് തിരുത്തി ഒരു ദിക്കിലൊക്കെ. നരസിംഹമൂർത്തി സാത്വികൻ തന്നെയാണ്. അത്യന്തശുദ്ധാകൃതേ എന്ന് നാരായണീയത്തിനൊരു പ്രയോഗമുണ്ട്. സിംഹതാപനീയം എന്ന സ്തോത്രത്തിൽ വർണ്ണിക്കപ്പെട്ട അത്യന്തശുദ്ധാകൃതിയായിട്ടുള്ള അവിടുന്ന് സാത്വികമൂർത്തി തന്നെ ആയതിനാൽ പാൽപ്പായസമാണ് ശരിക്ക് നേദിക്കേണ്ടത്. ഇത് പറഞ്ഞാൽ എന്നാൽ ആൾക്കാരൊക്കെ അയാൾക്ക് വിവരമില്ല എന്ന് പറയില്ലേ. ആനന്ദസ്വാമി വലിയ ആചാര്യ അദ്ദേഹം പറഞ്ഞതാണ്. സാത്വികമൂർത്തി നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതിഷ്ഠയില്ല. ശംഖചക്രഗതാത്മാദികളായിട്ടുള്ള വിഷ്ണു പ്രതിഷ്ഠ തന്നെയാണ്. അതിന് പാൽപ്പായസമാണ് വിഷ്ണുവിന് ശരിക്കും നേദിക്കേണ്ടത്, പാനകമല്ല. ഇതാരുണ്ടാക്കി ചോദിച്ചാൽ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കണം. അപ്പം അതുകൊണ്ട് അവിടെ ബ്രഹ്മണേ പരമാത്മനെ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള നമസ്കരിച്ചു. നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു.
3 തലമുറ മേപ്പട്ടും കീഴ്പട്ടും ശുദ്ധം. ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ അച്ഛനെ പിതൃദോഷം ഉണ്ടാവരുത്. പുത്രൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. പുന്നാമം എന്നതാണ് പൂ. ത്രാണനം ചെയ്യുന്നതിലത്തെ ത്രായും കൂട്ടിയിട്ടാണ് പുത്രനാവുന്നത്. പുത്രി അതെ കേട്ടോ, സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു പിതൃകർമ്മം ചെയ്യാൻ അധികാരമുണ്ട്. വെറുതെ നമ്മൾ പറയുകയാണ് പാടില്ല പാടില്ല എന്ന്. ചിദാനന്ദ പുരിയാണ് പറഞ്ഞത്. ഇത് പുത്രി എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുന്നവൾ. ആ വാക്കവിടെ വന്നതുകൊണ്ട് സ്ത്രീക്ക് പിതൃകർമ്മം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛന് പിതൃദോഷം ഉണ്ടാവരുത്. 21 തലമുറ മേപ്പട്ടും കീഴ്പട്ടും. ഒരു പിണ്ടത്തിൽ 3 തലമുറയ്ക്ക് എത്ര? പിതാ മാതാമക പിതാമക എന്ന് പറഞ്ഞിട്ടല്ലേ, പിതാ പ്രപിത പ്രപിതാമക മാതാ പ്രമാ, അങ്ങനെ 3 തലമുറയ്ക്ക് മാത്രമേ ശുദ്ധി കിട്ടുള്ളൂ. മാതാമഹ. ഇവിടെ അങ്ങനെയല്ല, 21 തലമുറ മേപ്പട്ടും ഇനി വരാൻ പോണതിനും കഴിഞ്ഞതിനും നിൻ്റെ ഭക്തി കൊണ്ട് ശുദ്ധി കിട്ടി. ശ്രീമദ് ഭാഗവതം, നാരായണ കവചം, വിഷ്ണു സഹസ്രനാമം ഇതെല്ലാം ചെല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിതൃദോഷം ഉണ്ടാവുക? ഇതിലപ്പുറം ഒരു സൽക്കർമ്മം എന്താ ചെയ്യാനുള്ളത്? ഒരു ദോഷവും അവനെ ബാധിക്കില്ല എന്നാണ് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചത്. ഈ ഹിരണ്യകശിപുവും ആണ്, ഹിരണ്യാക്ഷനുമാണ് പിന്നീട് രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കുന്നതും ശിശുപാലനും ദന്താഭക്തനുമായിട്ട് ജനിക്കുന്നതും ഭഗവാനിൽ തന്നെ തിരിച്ചെത്തുന്നതും എന്ന് പറഞ്ഞ് നരസിംഹാവതാരം പ്രഹ്ലാദചരിതം കഥ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി എന്താണ് കേൾക്കേണ്ടത് എന്ന് നാരദനാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ധർമ്മപുത്രരോട് ചോദിക്കുന്നു. ത്രിപുരദഹനം എന്ന ചെറിയൊരു കഥയും വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.